ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ്. നമുക്ക് ഇന്നത്തെ ഗോൾഡ് അതുപോലെ തന്നെ യൂറോ യൂസ്റ്റി നിഫ്റ്റി ഇതിൻ്റെ മൂന്നിൻ്റെ ഇന്നത്തെ ലെവൽസൊക്കെ നോക്കാം. മാർക്കറ്റ് ഓവറോൾ ബൈയിലേക്കാണോ അതോ സെല്ലിലേക്കാണോ സാധ്യത കൂടുതലെന്ന്. ഫസ്റ്റ് എപ്പോഴത്തെയും പോലെ തന്നെ ഗോൾഡിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നമ്മൾ ഇന്നലെ പറഞ്ഞു വേണ്ടുന്ന ലെവൽസ് ആണെങ്കിൽ നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ഡയറക്ഷനും കാര്യങ്ങളെല്ലാം തന്നെ ഓക്കെ ആയിരുന്നു. പിന്നെ ഞാൻ ഇന്നലെ ഗ്രൂപ്പിലേക്കാണെങ്കിലും ഈ ഒരു ചേഞ്ച് ഓഫ് ക്യാരറ്റിനെ ബ്രേക്ക് ചെയ്തതിന് ശേഷം ഈ സെല്ലിലേക്കുള്ള ലിക്വിഡിറ്റിയും ചേഞ്ച് ഓഫ് ക്യാരറ്റിലേക്ക് വരുവാണെങ്കിൽ നല്ല എൻട്രി നോക്കാമെന്ന് പറഞ്ഞാൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ മാർക്കറ്റിൽ എന്താണ് ഈ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ ബ്രേക്ക് ചെയ്തപ്പോൾ തന്നെ സെല്ലേഴ്സ് നല്ല രീതിയിൽ തന്നെ സ്ട്രോങ് ആയതിനു ശേഷം പ്രൈസ് താഴോട്ട് പോകാനും ചെയ്തിട്ടുണ്ടായിരുന്നേ. നമുക്ക് ഇന്നലെ പിന്നെ നല്ല ട്രേഡോ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇനി അതുപോലെ തന്നെ ഇന്നത്തെ ദിവസത്തെ ലെവൽസ് കാര്യങ്ങളും കൂടെ നോക്കാം. ഇതിന് ശേഷം എന്തായിരുന്നു ഇന്നലെ നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് മൈനർ ട്രെൻഡ് തന്നെ വന്നു. പിന്നീട് നോക്കുകയാണെങ്കിൽ ഈ ഒരു ലോവിനെ ബ്രേക്ക് ചെയ്തപ്പോൾ ഇത് സെല്ലിലേക്കുള്ളൊരു പുതിയൊരു ട്രെൻഡായിട്ട് മാറി. ഓക്കെ അല്ലേ, ഇതാണ് സെല്ലിലേക്കുള്ള പുതിയൊരു ട്രെൻഡായിട്ട് മാറിയത്. അതേപോലെ തന്നെ ഈ ഒരു സെല്ലിലേക്കുള്ള ട്രെൻഡിൻ്റെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ഇതാണ് ചേഞ്ച് ഓഫ് ക്യാരക്ടറായിട്ടും വരുന്നത്. ഇന്നത്തെ ദിവസത്തെ സാധ്യതകൾ നോക്കുകയാണെങ്കിൽ മേജർ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ ഇപ്പോഴും ഗോൾഡിൽ എന്താണ് സെല്ല് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ഈ ഫസ്റ്റത്തെ ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് വന്നതിന് ശേഷം മാർക്കറ്റ് എന്താണ് ഇവിടെ ഫസ്റ്റത്തെ ഈ മേജർ ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് വന്നതിന് ശേഷം നമുക്ക് ഇവിടുന്ന് കൺഫർമേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ വീണ്ടും സെല്ലിലേക്ക് തന്നെ എൻട്രി എടുക്കാനായിട്ട് പറ്റും കേട്ടോ. മേജർ ട്രെൻഡ് അനുസരിച്ച് തൊട്ട് മുകളിൽ സെൽ സോണോ കാര്യങ്ങളൊന്നും തന്നെ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഫസ്റ്റത്തെ ഇൻഡ്യൂസ്മെൻറ്റ് നല്ലൊരു എൻട്രി കിട്ടുന്നുണ്ടെങ്കിൽ അത് നോക്കാനായിട്ട് പറ്റും കൺഫർമേഷൻ ഉണ്ടെങ്കിൽ കേട്ടോ. ഇനി ഇതിന് മുകളിലോട്ടൊക്കെ വന്നതിന് ശേഷമോ അല്ലെങ്കിൽ തൊട്ട് താഴെ നിന്നൊക്കെ ആണെങ്കിലും 50 മിനിറ്റിൽ മൈനർ ഇൻഡ്യൂസ്മെൻറ്റ് വീണ്ടും സെല്ലിലേക്ക് തന്നെ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് അതും മാർക്ക് ചെയ്തിട്ടുന്നതാണ്. അതിലേക്ക് കൺഫർമേഷൻ ഉണ്ടെങ്കിലും സെല്ലിലേക്ക് തന്നെ നോക്കി പോകാനായിട്ട് പറ്റും കേട്ടോ. ഓക്കെ അല്ലേ, ഇതിപ്പോൾ ഈ മേജർ ട്രെൻഡിലേക്ക് വന്നതിന് ശേഷം നമുക്ക് ഇവിടെ നിന്ന് എൻട്രി നോക്കാനായിട്ട് പറ്റും. ഇതിന് ശേഷമുള്ള മൈനർ ട്രെൻഡിലും എൻട്രി നോക്കാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ ഒരു ട്രെൻഡ് കൺഫേം ആവുന്നുണ്ടെങ്കിൽ അതിൻ്റെ കണ്ടിന്യൂവേഷൻ ട്രേഡുകളും നമുക്ക് എടുത്ത് പോകാനായിട്ട് പറ്റും മേജർ ട്രെൻഡ് അനുസരിച്ച്. ഇനി നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഗോൾഡിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ ഏറ്റവും ലോയിലാണ് നിൽക്കുന്നത് അല്ലേ. ഇപ്പോൾ സെല്ലിലേക്കുള്ളൊരു ലിക്വിഡിറ്റി എന്നൊക്കെ പറയുകയാണെങ്കിൽ മാർക്കറ്റ് ഇവിടെ വരെയെങ്കിലും വരണം. ഈ ലോയിൽ വെച്ചിട്ട് എന്താണ് ഇവിടെ നിന്നൊക്കെ ബൈയിലേക്ക് ഒരു ഇൻഡ്യൂസ്മെൻറ്റ് കിട്ടുന്നുണ്ടെന്നാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്നൊരു കൗണ്ടർ ട്രെൻഡിൽ എൻട്രി നമുക്ക് നോക്കാനായിട്ട് പറ്റും. പിന്നെ ഈ സെല്ലിൽ ലിക്വിഡിറ്റി എടുക്കുന്നവരെന്താണ് ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ ട്രേഡുകളും കിട്ടുന്നുണ്ടെങ്കിൽ നോക്കാനായിട്ട് പറ്റും കേട്ടോ. ഫസ്റ്റ് ഇവിടെ നിന്നൊരു ഇൻഡ്യൂസ്മെൻറ്റ് വരണം. അപ്പോൾ ഇത് മദർ ക്യാൻഡിലാണ് വന്നിരിക്കുന്നത്. ഒന്നെങ്കിൽ ഇതിൻ്റെ ലോയിന് ബ്രേക്ക് ചെയ്തതിന് ശേഷം ബൈയിലേക്ക് ഒരു ഇൻഡ്യൂസ്മെൻറ്റ് കിട്ടുവാണെങ്കിലോ അല്ലെങ്കിൽ ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈന് ബ്രേക്ക് ചെയ്തിട്ട് ഇവിടുന്ന് ഒരു ഇൻഡ്യൂസ്മെൻറ്റ് കിട്ടുവാണെങ്കിലോ നമുക്ക് ബൈയിലേക്ക് കൗണ്ടർ ട്രെൻഡ് എന്ന രീതിയിലും ബൈയിലേക്ക് നോക്കാനായിട്ട് പറ്റും കേട്ടോ. ഈ സാധ്യതകളാണ് ഗോൾഡിൽ വരുന്നത്. മേജർ ട്രെൻഡ് സെല്ലാണ്. അപ്പോൾ സെല്ലിലേക്കാണ് കൂടുതൽ സാധ്യത. അതിലെ ലിക്വിഡിറ്റിയാണ് ഫസ്റ്റത്തെ ഇൻഡ്യൂസ്മെൻറ്റാണ് ഞാനിവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇനി ഇതിനകത്തേക്ക് വന്നതിന് ശേഷം കൺഫർമേഷൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മൈനർ ഇൻഡ്യൂസ്മെൻറ്റ് കിട്ടുവാണെങ്കിലും നോക്കാം. പിന്നീട് അല്ലെങ്കിൽ പ്രൈസ് മുകളിലോട്ട് വന്ന് ഇവിടെ നിന്ന് റെസ്പെക്ട് ചെയ്തില്ല എന്നാണ്. പിന്നെ ഈ ചേഞ്ച് ഓഫ് ക്യാരറ്റിലേക്ക് വന്നതിന് ശേഷവും സെല്ല് നോക്കാം. ഈ സാധ്യതകളേ ഉള്ളൂ കേട്ടോ. ഇതൊക്കെ മേജർ ട്രെൻഡ് അനുസരിച്ചാണ്. പുതിയ ലെവൽസ് വരുന്നുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും ഗ്രൂപ്പിലേക്ക് ഇടാം. കൗണ്ടറിൻ്റെ ഇൻഡ്യൂസ്മെൻറ്റ് കിട്ടുന്നുണ്ടെങ്കിലും ആ ഗ്രൂപ്പിലേക്കൊക്കെ ഒന്ന് ഇട്ടേക്കാം കേട്ടോ. ഇനി അതേപോലെ തന്നെ യൂറോ യൂസ്റ്റിൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിലും യൂറോ യൂസ്റ്റിൻ്റെ കാര്യം കൂടെ നോക്കാം. യൂറോ യൂസ്റ്റിലും മൈനർ ട്രെൻഡ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. ഇന്നലെ ഞാൻ ആ ഗ്രൂപ്പിലേക്ക് ഈ ഒരു ലെവൽസ് ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഇന്നലെ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്ന ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് വന്നതിന് ശേഷം കിട്ടിയ ഒരു മൈനർ ഇൻഡ്യൂസ്മെൻറ്റ് ഇവിടെ നമുക്കൊരു ട്രേഡ് ഉണ്ടായിരുന്നു. ചെറിയൊരു SL ഹിറ്റായിട്ടുണ്ട്. പിന്നീട് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ദിവസം എന്താണ് മൈനർ ട്രെൻഡിൻ്റെ സാധ്യത തന്നെയാണ്. ഇപ്പോൾ ബൈയിലേക്കും ട്രെൻഡ് ക്രിയേറ്റ് ആയിട്ടില്ല. ട്രെൻഡ് റിവേഴ്സലിൻ്റെ സാധ്യതയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഓക്കെ, ഇവിടെ ഒരു ട്രെൻഡ് റിവേഴ്സലിൻ്റെ സാധ്യതയായിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ എന്താണ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ ബ്രേക്ക് ചെയ്ത് പിന്നെ സെല്ലിലേക്ക് ഒരു ഇൻഡ്യൂസ്മെൻറ്റും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെല്ലിലേക്കായിരുന്നു സാധ്യതകൾ കൂടുതലുണ്ടായിരുന്നു ട്രെൻഡ് റിവേഴ്സിൽ. അതിൽ മൈനർ ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് വന്ന് നമുക്ക് ഇവിടുന്ന് ഒരു എൻട്രി കിട്ടി. പിന്നെ നോക്കുകയാണെങ്കിൽ വീണ്ടും പ്രൈസ് മുകളിലോട്ട് വന്നതിന് ശേഷം എന്താണ് വീണ്ടും സെല്ലിലേക്ക് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ട്രെൻഡ് റിവേഴ്സലിൻ്റെ സാധ്യതകൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ ഇന്നത്തെ ദിവസം എന്താണ് ഇപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്ന ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് വന്നതിന് ശേഷമോ അല്ലെങ്കിൽ ഇതിന് തൊട്ട് മുകളിൽ ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ഒരു സെൽ സോണിലേക്ക് വന്നതിന് ശേഷമോ നമുക്ക് കൺഫർമേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നൊക്കെ സെല്ലിലേക്കാണ് നോക്കി പോകാനായിട്ട് പറ്റും കേട്ടോ. ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ ഇവിടുന്ന് കൺഫർമേഷൻ നോക്കി സെല്ല് എടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ കൺഫർമേഷൻ ഇല്ലാന്നാണെങ്കിൽ സെൽ സോണിലേക്ക് വന്നതിന് ശേഷവും കൺഫർമേഷൻ നോക്കി എൻട്രി എടുക്കാം കേട്ടോ. ഓക്കെ അല്ലേ. ഇനി ഇതിന് ശേഷം മാർക്കറ്റിൽ എന്താണ് പുതിയൊരു ഇൻഡ്യൂസ്മെൻറ്റ് വരുന്നുണ്ടെന്നാണെങ്കിൽ ഫസ്റ്റത്തെ ഇൻഡ്യൂസ്മെൻറ്റ് തന്നെ ട്രേഡ് നോക്കുന്നതിനും കുഴപ്പമില്ല. ഇപ്പോൾ ഇവിടെ ഇതുവരെ ഈ ഒരു ചാർട്ടിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെയാണ് ഒരു ഇൻഡ്യൂസ്മെൻറ്റ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇതിന് ശേഷം ഒരു ഇൻഡ്യൂസ്മെൻറ്റ് ഇതുപോലെ വരുന്നുണ്ടെന്നാണെങ്കിൽ നമുക്ക് അതിലും വേണമെങ്കിൽ കൺഫർമേഷൻ നോക്കി എൻട്രി എടുത്ത് പോകാനായിട്ട് പറ്റും കേട്ടോ. ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ലോ വരെ നമുക്ക് നോക്കാനായിട്ട് പറ്റും. ഇത്രയും സാധ്യതയാണ് യൂറോ യൂസ്റ്റിൽ വരുന്നത്. ഓക്കെ അല്ലേ. അഗ്രസീവായിട്ട് ബൈയിലേക്കോ കാര്യങ്ങളൊന്നും സാധ്യതകൾ കാണുന്നില്ല. ഇനി അതേപോലെ തന്നെ ഇപ്പോൾ ഇതിൽ സാധ്യതകളെന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോയിലേക്ക് വന്നപ്പോഴാണ് ബൈയേഴ്സ് സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്നത്. വീണ്ടും എന്താണ് ട്രെൻഡ് റിവേഴ്സലിന് സാധ്യത. പ്രീമിയത്തിലേക്ക് വരുമ്പോൾ വീണ്ടും സെല്ലേഴ്സ് തന്നെയാണ് സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഹൈയിലെ ലിക്വിഡിറ്റി എടുത്തതിന് ശേഷമാണ് പിന്നെയും പ്രൈസ് താഴോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് സെല്ലിലേക്കാണ് സാധ്യതകൾ കൂടുതലെന്ന് പറഞ്ഞത്.
ഇനി അതുപോലെ തന്നെ നിഫ്റ്റീൻ്റെ സാധ്യതയും കൂടെ നോക്കാം. നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ ഇന്നലെ നമ്മൾ മാർക്ക് ചെയ്ത വെച്ചാൽ ലിക്വിഡിറ്റീൻ്റെ കുറച്ചും കൂടെ താഴെ വന്നതിന് ശേഷം ഇവിടെ നിന്നൊക്കെയായിരുന്നു ഒരു എൻട്രി ഉണ്ടായിരുന്നു, ബൈയിലേക്ക് ഒരു എൻട്രി ഉണ്ടായിരുന്നത്. പിന്നെ നോക്കുകയാണെങ്കിൽ ഹൈ എടുത്തതിന് ശേഷം ഇവിടെ നിന്ന് ചെറിയ ട്രേഡുകൾ ഉണ്ടായിരുന്നു, അത് സെയിം ഡേയിലെ ട്രെൻഡ് അനുസരിച്ചായിരുന്നു. ഇനി ഇന്നത്തെ ദിവസത്തെ ലെവൽസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏതാണ് തൊട്ടടുത്ത് നല്ലൊരു ലിക്വിഡിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു ലോയിലേക്ക് മാർക്കറ്റ് വന്ന് ടച്ച് ചെയ്യുന്നുണ്ടെന്നാണെങ്കിൽ ബൈയിലേക്ക് നല്ലൊരു ട്രേഡ് നോക്കാനായിട്ട് പറ്റും കേട്ടോ. ഇനി അതുപോലെ തന്നെ സെല്ലിലേക്കുള്ളൊരു ലിക്വിഡിറ്റി എന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ നല്ല എടുക്കാനായിട്ട് പറ്റുന്ന ഈ ഒരു ഹൈ ലിക്വിഡിറ്റി ആയിട്ട് മാർക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഒന്നെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ലിക്വിഡിറ്റിയിലേക്ക് വന്നതിന് ശേഷം എന്താണ് കൺഫർമേഷൻ കിട്ടുന്നതിന് നല്ലൊരു എൻട്രി നോക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഹൈയിൽ ലിക്വിഡിറ്റി എടുക്കുകയാണെങ്കിലും നല്ലൊരു എൻട്രി സെല്ലിലേക്ക് സാധ്യതയുണ്ട്. പിന്നെ ഇതിലൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ സെയിം ഡേയിലെ ട്രെൻഡ് അനുസരിച്ച് നമുക്ക് ട്രേഡുകൾ നോക്കാം കേട്ടോ, 5 മിനിറ്റിലെ ലിക്വിഡിറ്റിക്ക് അനുസരിച്ച്. ഇത്രയും ലെവൽസാണ് ഇന്നത്തെ ദിവസം ഉള്ളത്. അപ്പോൾ നല്ല നല്ല ട്രേഡുകൾ കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് ചെയ്തതുപോലെ തന്നെ നിങ്ങൾ ട്രേഡിങ്ങിൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിലേക്ക് ഒന്ന് ഷെയർ എത്തിക്കാൻ ശ്രമിക്കുക. നമുക്ക് ഇന്നത്തെ വീഡിയോ നിർത്തിയിട്ട് അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം കേട്ടോ.